ഇന്ന് നമ്മൾ ലെസ് ടൈമിലും ലെസ് ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടത് ഒരു 8 പീസ് ഓഫ് വെള്ളുള്ളി, ദാറ്റ് മീൻസ് ഗാർലിക്, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു 3 പീസ് ഓഫ് പച്ചമുളക്, അത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യും. 5 പീസസ് ഓഫ് ഓണിയൻസ്, അതും സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ആൻഡ് ഫൈനലി അറൗണ്ട് 700 to 800 grams ഓഫ് ചിക്കൻ, ദാറ്റ് മീൻസ് അറൗണ്ട് ഒരു പകുതി കോഴി. ഇത് നോൺ സ്റ്റിക്കിലോ സാധാ ചട്ടിയിലും ഉണ്ടാക്കാം. ചട്ടിയാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 to 3 സ്പൂൺസ് ഓഫ് ഓയിൽ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇടണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പച്ചമുളക്, സബോള സ്മോൾ പീസസ് ആയിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺസ് ഓഫ് ഉപ്പ്. പിന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്യുക ഇൻ ദ സെൻസ് ഈ സബോളയുടെ കളറ് മാറിയിട്ട് ഏകദേശം ഈ ഒരു കളറാവും. അപ്പോൾ നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ഓഫ് മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ ഓഫ് ചില്ലി, 1 ടേബിൾ സ്പൂൺ ഓഫ് മല്ലി ആൻഡ് 1 ടേബിൾ സ്പൂൺ ഓഫ് മസാലപ്പൊടി. ഇതിട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ആവണ വരെ ഇങ്ങനെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. ഇത് ഇനി ഒരു 1 to 2 minutes നമ്മൾ ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് അത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം അത് ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഒരു നാരങ്ങ ഹാഫായി കട്ട് ചെയ്തിട്ട് അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്രയ്ക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, മിക്സിങ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരളവിന് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. ഇനിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമ്മളിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഈ 10 മിനിറ്റിൽ ഓരോ 2 മിനിറ്റ് കൂടുമ്പം ഇതിങ്ങനെ തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്യണം. അത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അങ്ങനെ അടിയിൽ പിടിക്കില്ല, എന്നാലും നമ്മൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് ആഫ്റ്റർ 7 മിനിറ്റ്സ് നമ്മളിത് ലോ ഫ്ലെയിമിൽ വയ്ക്കണം. അപ് ടു 7 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിം. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. 10 മിനിറ്റ്സ് എത്തും വരും. ഓൾമോസ്റ്റ് ഒരു 4 ടൈംസ് നമ്മൾ തുറക്കുന്നു, മിക്സ് ചെയ്യുന്നു, അടയ്ക്കുന്നു. സോ നമ്മളിത് വെച്ചിട്ട് എവിടേക്കും പോകരുത്. ലാസ്റ്റ് നമ്മളൊരു 1 to 2 മിനിറ്റ്സ് ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടിയും തുറന്നിട്ട് വേപ്പിൻ്റെ ഇലയിട്ടിട്ട് ഒന്നുകൂടിയും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ വരുള്ളൂ. അങ്ങനെ അതൊരു 2 മിനിറ്റ് വേവിക്കാം. 2 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാവും. പിന്നെ ഇത് ചൂടോടെ കഴിച്ചാൽ വാവ്, സൂപ്പർ.